ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് കരുതാനാണ് എനിക്ക് ഇഷ്ടം. കാരണം ഭൗതികമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരം ഇല്ലാതാകാം, പക്ഷെ അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകളും പറഞ്ഞ വാചകങ്ങളും ചെയ്ത സിനിമകളും എല്ലാം ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന്, മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന മനുഷ്യന്റെ ജീവിതമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മലയാളികൾ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ മറക്കില്ല എന്നാണ് ഇന്ന് നടൻ ശ്രീനിവാസന്റെ മരണത്തിനോടനുബന്ധിച്ച് ഓരോ പ്രേക്ഷകരും മറുപടിയായിട്ട് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ അതിന്റെ ഞെട്ടലിൽ തന്നെയാണ് കേരളം ഒന്നടങ്കം. കാരണം ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ എത്രമാത്രം മനോഹരമാക്കി അവതരിപ്പിക്കാൻ സാധിക്കുമോ അത്രയും മനോഹരമാക്കി അവതരിപ്പിച്ച ഒരു കലാകാരനാണ് ശ്രീനിവാസൻ. ഏറെ നാളായി ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹം ഇന്ന് ഈ ലോകത്തോടടക്കം വിടവാങ്ങിയിരിക്കുകയാണ്. എറണാകുളത്താണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമുള്ളത്. പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് വിവരം. എന്തായാലും വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഓരോ കലാകാരന്മാരും നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുള്ള മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്രീനിവാസൻ. അതായത് 200-ലധികം സിനിമകളാണ് അദ്ദേഹം പല വിധത്തിൽ അഭിനയിച്ച് തകർത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു സംവിധായകനാകട്ടെ, ഒരു തിരക്കഥാകൃത്താകട്ടെ, ഒരു കഥാകൃത്താകട്ടെ, ഒരു അഭിനേതാവട്ടെ, ഈ എല്ലാ സ്റ്റേജുകളിലും അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം കൃത്യമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ലോകത്ത് തന്നെ മലയാള സിനിമയുടെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് നിന്നത് നടൻ ശ്രീനിവാസൻ തന്നെയാണ്. എന്തായാലും വളരെ വൈകാരികമായിട്ടുള്ള ഓരോ പ്രതികരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നടന്മാരെല്ലാവരും തന്നെ. ഇന്നിപ്പോൾ ആക്ടർ മധുപാൽ പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രധാനമായിട്ടും ഇത്തരത്തിലാണ്. അതായത് മലയാളികൾ ഉള്ളിടത്തോളം കാലം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളായിട്ട് ശ്രീനിവാസൻ നിൽക്കും. അദ്ദേഹം ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ചിന്തയിൽ മാത്രം വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ചിന്തിച്ച് ആവിഷ്കരിച്ച ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ മറ്റൊരാളെ കൊണ്ടും സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് താൻ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ശരിക്കും ആദ്യം കാണുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സംവത്സരങ്ങൾ എന്നൊരു സിനിമയുണ്ടായിരുന്നു. സത്യൻ എന്നൊരു സംവിധായകൻ ചെയ്ത ഒരു പടം. എൻ്റെ ഒരു ഫ്രണ്ട് ഒക്കെ ആയിരുന്നു ആ പടത്തിന്റെ പ്രൊഡ്യൂസർ. ദാറ്റ് വാസ് 85-86 സമയത്തായിരുന്നു. അതൊരു വലിയ ഭയങ്കര ഓംപുരി അഭിനയിച്ച ആദ്യത്തെ മലയാള സിനിമയാണ്. പടം റിലീസായില്ല. ആ സിനിമയുടെ സമയത്ത് അന്നത്തെ ആ സിനിമയില് ശ്രീനേട്ടൻ, രാജൻ പി ദേവ്, ജഗദീഷ്, ഓംപുരി തുടങ്ങിയ ഒരു വലിയ താരനിര, മുരളിച്ചേട്ടൻ അടക്കമുള്ള ഒരു വലിയ താരനിര അന്നത്തെ കാലത്ത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആ സിനിമയുടെ ഭാഗമായിട്ട് കുറെ ദിവസങ്ങളോളം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ശ്രീനേട്ടൻ പരിചയപ്പെടും. ശ്രീനേട്ടൻ തുറന്നതാണ് ഭയങ്കര ഓടിപ്പിടിച്ച് ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരു ശ്രീനിവാസനാണ് ഞാൻ അന്ന് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് കാലം കുറെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശ്രീനേട്ടനോടൊപ്പം വടക്കുനോക്കേന്ദ്രം എന്നൊരു സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ശ്രീനേട്ടനായിട്ട് കുറെ കൂടുതൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷം ഒഴിമുറി ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ശ്രീനേട്ടനും ഞാനും കൂടി ഒരു സിനിമയെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്തിരുന്നതാണ്. ആ സിനിമ സന്ദർഭവശാൽ നടന്നില്ല. പക്ഷെ ഞങ്ങൾ ആലോചിച്ച സിനിമ നടന്നില്ല. പക്ഷെ അതിനൊരു കാരണമാകുന്നത്, ഒഴിമുറി ചെയ്യാനുള്ള കാരണമാകുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു റൈറ്റർ ആണ് എനിക്ക് തോന്നിയത്. കാരണം ശ്രീനേട്ടനാണ് എന്നോട് ജയമോഹന്റെ ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് എന്നോട് പറയുന്നത്. ഞാൻ വായിച്ച കഥയായിരുന്നു, എന്നിട്ട് പോലും അന്ന് എനിക്ക് ഓർത്തില്ല. പക്ഷെ അതിനകത്തൊരു കഥയുണ്ട് എന്ന് ആലോചിച്ച ശ്രീനിവാസൻ പിന്നീട് അതിന്റെ തിരക്കഥ എഴുതിയപ്പോൾ ശ്രീനേട്ടൻ അതിനകത്ത് അഭിനയിക്കാമെന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ തിരക്കഥ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അത് മാറി ലാലിലേക്ക് മാറുകയാണ്. കാരണം അതിനൊരു കാരണം ഉണ്ടെന്ന് ശ്രീനേട്ടൻ പറഞ്ഞു, എനിക്ക് ഒരിക്കലും ഇത് പറ്റുന്നൊരു സ്വഭാവമുള്ളൊരു കഥയല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് വേറെ രീതി, കാരണം രണ്ട് തരത്തിലാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി കാണുന്ന കാഴ്ചയിലൂടെ എഴുതാൻ മറ്റൊരാൾക്ക് ഒരു കാരണവശാലും സാധ്യമല്ല എന്നുള്ള. കാരണം ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്നും പോകുന്ന ഓരോ കഥകളും അദ്ദേഹത്തിന് മാത്രം എഴുതുകാനും അദ്ദേഹത്തിന് മാത്രം പറഞ്ഞു ഫലിപ്പിക്കാനും പറ്റുന്ന ഒരു കാര്യമുണ്ടെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. കാരണം ശ്രീനേട്ടന്റെ കഥ, കാരണം അന്ന് ഒരുപാട് കഥകൾ ശ്രീനേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥകളൊന്നും തന്നെ പിന്നീട് കാലത്ത് കഥ പറയുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ പോലത്തെ ഒരു കഥ ഞങ്ങൾ ആലോചിച്ചിരുന്നു. അത് പിന്നീട് വേറൊരു രീതിയിൽ സരോജ് കുമാർ എന്നുള്ള രീതിയിലേക്കുള്ള സിനിമമായി മാറിയിട്ടുണ്ട്. അപ്പം ശ്രീനിവാസന് പറഞ്ഞാൽ മാത്രം പറ്റുന്ന തരത്തിലേക്കുള്ള കഥകൾ എഴുതുക എന്ന് പറയുന്നത് അത് തിരിച്ചറിയുന്ന ഒരു പറ്റം സംവിധായകർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സത്യേട്ടനെ പോലെ, കമൽ സാറിനെ പോലെ, പ്രിയദർശനെ പോലെ, സിബി സാറിനെ പോലെയുള്ള സംവിധായകർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു വന്നപ്പോഴും ശ്രീനിവാസൻ എന്നൊരു വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള ചലച്ചിത്രങ്ങൾ മലയാളി ഉള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം ഈ
മണ്ണിൽ ചവിട്ടി നടക്കുന്ന മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80കളുടെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ള പല സിനിമകളുടെയും ഡയലോഗുകൾ ഇന്ന് പുതിയ ജെൻസി പിള്ളേരുടെ ട്രോളുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ്. അതിനകത്തുള്ള സീനുകൾ എടുത്തുകൊണ്ടാണ് അവർ പുതിയ തരത്തിൽ ട്രോളുകൾ ഉണ്ടാക്കുന്നത്. അപ്പം അന്നത്തെ ഒരു ജനറേഷനും ഇന്നത്തെ ഒരു ജനറേഷനും ഇനി വരാനിരിക്കുന്ന ജനറേഷനും ഇത് കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളത് തന്നെയാണ് ശ്രീനിവാസൻ എന്ന വ്യക്തി എഴുതിയിട്ടുള്ള ചലച്ചിത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം ഒറ്റ കാര്യമുള്ളൂ, ഞാനത് വരവേൽപ്പ് പോലെയൊക്കെയുള്ള ചില സിനിമകൾ ചെയ്തപ്പോഴൊക്കെ ഷീറിന്റെ കൂടെ ഈ അഭിനയിക്കാൻ കൂടെ ഇരുന്നപ്പോഴും ഗുരുവിൽ ഞങ്ങൾ ഒരുമിച്ച് കുറെ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അപ്പം മോഹൻലാലും ഒക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം, ശ്രീനിവാസൻ കാണുന്ന കാഴ്ച മറ്റൊരാൾക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് എന്നുള്ളത്. കാരണം അദ്ദേഹം പറയുന്ന വാചകം കാരണം ഓരോ ചെറിയൊരു വസ്തുവിനെ കണ്ടാൽ പോലും പുള്ളിയുടേതായ ഒരു കാഴ്ചയുണ്ടെന്നുള്ളതാണ്. ഞാൻ അതിനകത്ത് ഏറ്റവും രസം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വടക്ക് നോക്കി യന്ത്രം ചെയ്യുന്ന സമയത്ത് ഈ ഒരു അതിനകത്തൊരു പട്ടാളക്കാരൊരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടിയെ നമ്മുടെ നാട്ടില് ഈ കൊപ്ര അടിക്കാൻ കൊള്ളുന്ന വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ സാധനത്തിനകത്തുനിന്ന് അതിനകത്ത് വേറൊരു കാഴ്ച ഉണ്ടാക്കാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് കഴിഞ്ഞു. ഒരു വസ്തു കാണുമ്പോൾ അത് അങ്ങനെയും ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പൊ ആ കാഴ്ചകളിലേക്കെല്ലാം ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും എന്നും കരുതുന്നതാണ്, ശ്രീനിവാസൻ ജീവിച്ചിട്ടുള്ളത് സാധാരണ മനുഷ്യന്മാരോടൊപ്പമാണ്, മണ്ണിൽ ചവിട്ടി നടക്കുന്ന മനുഷ്യന്മാരോടൊപ്പമാണ്. അവരുടെ കഥകൾ പറയാനും അത് എഴുതാനും അത് സിനിമയാക്കി മാറ്റാനും ശ്രീനിവാസനെ പോലെ ഒരു വ്യക്തിക്ക് മാത്രം കഴിയുന്ന ഒരു കാഴ്ചയാണ്. അത് ഒരു സാധാരണ ഇപ്പൊ പറയുക എല്ലാ എഴുത്തുകാർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഓരോ എഴുത്തുകാരനും നിന്നും വേറിട്ട് നിൽക്കുന്നത്, അയാളുടെ മൗലികമായിട്ട് അയാൾ മാറി നിൽക്കുന്നത് അയാൾ കാണുന്ന കാഴ്ചകൾ തന്നെയാണ്, അയാളുടെ അനുഭവങ്ങൾ തന്നെയാണ്. അത് ശ്രീനിവാസൻ എന്ന വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്നും കരുതാനാണ് എനിക്ക് ഇഷ്ടം. കാരണം ഭൗതികമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരം ഇല്ലാതാകാം, പക്ഷെ അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകളും പറഞ്ഞ വാചകങ്ങളും ചെയ്ത സിനിമകളും എല്ലാം ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്നാണ്, മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുന്നത്. മനുഷ്യന്റെ ജീവിതമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ, അല്ലെങ്കിൽ അഭിനയമാണോ ജീവിതമാണോ എന്നടക്കം സംശയിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു നടൻ തന്നെയാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ഓരോ കഥകൾക്കും ചിരിക്കാനും ചിന്തിക്കാനും ഏറെയുള്ള തന്തുകളുണ്ട്. പലപ്പോഴും ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുന്ന മനുഷ്യനാണ് നടൻ ശ്രീനിവാസൻ. രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഏത് വിഷയത്തിലും കൃത്യമായിട്ടുള്ള നിലപാട് അറിയിക്കുന്ന ശ്രീനിവാസന്റെ പ്രതികരണങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട്. കുറിക്കൊള്ളുന്ന മറുപടികൾ തന്നെയാണ് നടൻ ശ്രീനിവാസനെ മറ്റു കലാകാരന്മാരിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തമാക്കാറുള്ളത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അതായത്, ഞാൻ എഴുതാതെ പോയിട്ടുള്ള തിരക്കഥയാണ് യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ ഞാൻ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭാവനയെന്ന്. അതായത്, ആദ്യം എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെന്ന് ചിന്തിക്കാൻ സാഹചര്യം ഒരുക്കുമെങ്കിലും അവിടെ ഉണ്ടാകുന്ന ആശയങ്ങൾ വളരെ വ്യക്തം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഹാസ്യരൂപേണ അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു ബോധം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് മലയാള സിനിമയിലെ എന്നത്തെയും ഓർമ്മകളായി മാറിയിരിക്കുന്ന ശ്രീനിവാസൻ എന്നുള്ളതാണ്. എന്തായാലും വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ഏറെ നാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോഴുള്ളത് അവിടെ മക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സംസ്കാരമൊക്കെ പ്രദർശനമൊക്കെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് വിവരം. നടൻ മോഹൻലാൽ ഉൾപ്പെടെ മമ്മൂട്ടി ഉൾപ്പെടെ എല്ലാവരും വളരെ വൈകാരികമായിട്ട് പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നടി ഉർവശി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് വയ്യായിരുന്നു എന്ന് കണ്ടപ്പോൾ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നത് തിരിച്ചു വരും എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഈ മരണ വാർത്ത അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു എന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത തന്നെയായി ഇത് മാറുന്നു എന്നും നടി ഉർവശി പറയുന്നു. രോഗങ്ങളെല്ലാം മാറി ആരോഗ്യം മെച്ചപ്പെട്ടതിനു ശേഷം തിരികെ സിനിമയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കെയാണ് ഈ ഒരു മരണ വാർത്ത എത്തിയത് എന്നുള്ളതാണ് നടി ഉർവശി ഇന്ന് പ്രതികരിച്ചത്. അതേസമയത്ത് നടൻ മമ്മൂട്ടിക്കടക്കം ശബ്ദമടക്കം നൽകിയിട്ടുള്ള ആ ഒരു അതുല്യ പ്രതിഭ
മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട എല്ലാ വേഷങ്ങളും ഏതൊക്കെ ജോണറിലുണ്ടോ ആ തരത്തിലൊക്കെ എല്ലാ തരത്തിലും സിനിമകളെ കൈകാര്യം ചെയ്യുകയും അഭിനയിച്ച് പൊലിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നടനാണ് ഇന്ന് മലയാള സിനിമാ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. വളരെ അധികം കാലമായിട്ട് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവിന് കേട്ട് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വലിയ നിരാശ നൽകിക്കൊണ്ടുള്ള ഒരു വിടവാങ്ങൽ തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്ന് 1977 സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ച നടൻ ശ്രീനിവാസൻ ഇന്ന് 2025 ഡിസംബറിൽ ഈ ലോകത്തോട് വിട പറയുന്നു എങ്കിലും ഇനിയും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അത് ഓരോ മലയാളികളിലൂടെയും ജീവിക്കും എന്നത് ഉറപ്പാണ്. കാരണം ഇന്ന് ജെൻസി പിള്ളേരിലേക്ക് അടക്കം പലപ്പോഴും ട്രോളുകൾ ഉണ്ടാക്കാനടക്കം ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഡയലോഗുകൾ, പ്രധാനപ്പെട്ട സീനുകൾ അതൊക്കെ തന്നെ ശ്രീനിവാസൻ അലങ്കരിച്ചു വെച്ചിരിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും മലയാള സിനിമയുടെ തീരാ നഷ്ടമായിട്ടുള്ള ശ്രീനിവാസന് വിട.